നീറ്റ് വിഷയമുയർത്തി രാജ്യസഭയിൽ നടന്ന പ്രതിഷേധത്തിൽ നടുത്തളത്തിൽ ഇറങ്ങിയ മല്ലികാർജ്ജുൻ ഖാർഗെ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിലായിരുന്നു പ്രതിഷേധം ഉണ്ടായത്. അനൂപ് ദാസ് നൽകും വിവരങ്ങൾ. അനൂപ്, ലോക്സഭയിലും വലിയ പ്രതിഷേധം, പ്രക്ഷുബ്ധമായിരുന്നു സഭ. രാജ്യസഭയിലേക്ക് വരുമ്പോൾ മുതിർന്ന നേതാവ് തന്നെ ഏത് രീതിയിലാണ് ഇപ്പോൾ പ്രതിഷേധം അറിയിക്കുന്നത്? ലോക്സഭയിൽ രാവിലെ ആദ്യം പ്രതിഷേധമുയർന്നു, അതിനുശേഷം സഭ നിർത്തിവെച്ചു. വീണ്ടും 12 മണിക്ക് സഭ ചേർന്നപ്പോൾ കനത്ത പ്രതിഷേധമുയരുകയും നടുത്തളത്തിൽ ഉൾപ്പെടെ ഇറങ്ങി പ്രതിഷേധിക്കുകയും ചെയ്തതോടെ പ്രതിപക്ഷം പ്രതിഷേധിക്കുകയും ചെയ്തതോടുകൂടി സഭ ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു. എന്നാൽ രാജ്യസഭയിൽ സ്ഥിതി കുറച്ചുകൂടി വ്യത്യസ്തമാണ്. രാജ്യസഭയിൽ ആദ്യം പ്രതിഷേധത്തെ തുടർന്ന് 12 മണി വരെ സഭ നിർത്തിവെച്ചെങ്കിലും 12 മണിക്ക് വീണ്ടും ചേർന്ന സഭ നന്ദിപ്രമേയ ചർച്ചയിലേക്ക് കടന്നു. പക്ഷേ ഒരു ഭാഗത്ത് നന്ദിപ്രമേയ ചർച്ച നടക്കുമ്പോഴും മറുഭാഗത്ത് പ്രതിപക്ഷം പ്രതിഷേധിക്കുകയായിരുന്നു. രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെയും മുതിർന്ന നേതാക്കളായ പ്രമോദ് തിവാരി, ഒപ്പം തന്നെ മുകുൾ വാസ്നിക് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം നടുത്തളത്തിലേക്ക് ഇറങ്ങുന്ന ഒരു അസാധാരണമായ കാഴ്ച രാജ്യസഭയിൽ കണ്ടു. പക്ഷേ എന്നിട്ട് പോലും സഭ നിർത്തിവെക്കാനോ അടിയന്തര പ്രമേയ നോട്ടീസുകൾ പരിഗണിച്ച് ചർച്ചയിലേക്ക് പോകാനോ രാജ്യസഭാ അധ്യക്ഷൻ തയ്യാറായില്ല. ഇതേ തുടർന്ന് പ്രതിഷേധം വീണ്ടും തുടർന്നു. 1 മണിക്ക് സഭ നിർത്തിവെച്ച് 2 മണിക്ക് വീണ്ടും ചേർന്നപ്പോഴും പ്രതിഷേധം. ആ പ്രതിഷേധത്തിന് ശേഷം വീണ്ടും 2:30 മണി വരെ സഭ നിർത്തിവെച്ചു. വീണ്ടും സഭ ആരംഭിച്ചു. അതായത് പലതവണ നിർത്തിവെച്ചും വീണ്ടും തുടർന്നും സഭ പ്രതിഷേധ കടലായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ രാജ്യസഭാ അധ്യക്ഷൻ പറഞ്ഞിരിക്കുന്നു, അതിരൂക്ഷമായ ഒരു വിമർശനം രാജ്യസഭാ പ്രതിപക്ഷ നേതാവിനെതിരെ ഉൾപ്പെടെ നടത്തിയിരിക്കുകയാണ്. സഭയുടെ അന്തസ്സിന് ചേരാത്ത നിലയിൽ, അന്തസ് കളങ്കപ്പെടുത്തുന്ന നിലയിലുള്ള ഇടപെടലുകൾ മുതിർന്ന നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായത് തന്നെ വേദനിപ്പിക്കുന്നു. മല്ലികാർജ്ജുൻ ഖാർഗെ, പ്രമോദ് തിവാരി, മുകുൾ വാസ്നിക് ഉൾപ്പെടെയുള്ള ആളുകൾ നടുത്തളത്തിലേക്ക് ഇറങ്ങി ഇതെങ്ങനെയാണ് അംഗീകരിക്കാൻ കഴിയുക, എന്തുതരം സന്ദേശമാണ് രാജ്യത്തിന് നൽകുന്നത് തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ച രാജ്യസഭാ അധ്യക്ഷൻ പക്ഷേ സഭാ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഇപ്പോൾ നന്ദി പ്രമേയ ചർച്ച പുരോഗമിക്കുകയാണ് രാജ്യസഭയിൽ. മറുഭാഗത്ത് പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധമുണ്ട്. വളരെ പ്രധാനപ്പെട്ട കാര്യം, വർഷങ്ങൾക്ക് ശേഷം BJD ഈ പ്രതിഷേധത്തിനൊപ്പം ചേർന്നിരിക്കുന്നതാണ്. BJDയുടെ 9 അംഗങ്ങളും പ്രതിപക്ഷത്തിനൊപ്പം ചേർന്നുകൊണ്ട് NDAക്കെതിരെ പ്രതിഷേധിക്കുകയാണ് രാജ്യസഭയ്ക്കകത്ത്.